നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ പിടിയിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ വീണ്ടും പതറുകയാണ്. നിരവധി നിയന്ത്രണങ്ങളോടൊപ്പം തന്നെ പഴയ നിലയിലേക്കാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നത്. കോവിഡ് പ്രതിസന്ധി മൂലം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയ 50 ലോണ്ടറി കമ്പനികളാണ് കുവൈറ്റിൽ അടച്ചുപൂട്ടിയത്. ജീവനക്കാർക്ക് ശമ്പളവും വാടകയും നൽകാൻ സാധിക്കാത്തതിനാലാണ് കമ്പനികൾ അടച്ചുപൂട്ടിയതെന്ന് കുവൈറ്റ് പ്രാദേശിക അറബ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇതോടെ ലോണ്ടറി കമ്പനികളുടെ എണ്ണം 3000-ലേക്ക് എത്തി. 50 ലോണ്ടറി കമ്പനികൾ സ്ഥിരമായും 400 എണ്ണം താൽക്കാലികമായും അടച്ചുപൂട്ടിയതായി കുവൈറ്റ് ഫെഡറേഷൻ ഓഫ് ലോണ്ടറി ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ജമാൽ അൽ അൻസാരി അറിയിച്ചു. കുവൈറ്റിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരികയാണ്. കോവിഡ് മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് ഓരോ കമ്പനിക്കും ഉണ്ടായിരിക്കുന്നത്. കുവൈറ്റിൽ രാത്രികാല കർഫ്യൂ ഇപ്പോൾ നിലവിലുണ്ട്. കർഫ്യൂ സമയത്തും ലോണ്ടറി സർവീസുകൾക്ക് അനുമതി നൽകണമെന്ന് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഹമദ് ജാബർ അൽ അലി അൽ സബായ്ക്ക് കമ്പനികൾ നിവേദനവും നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ പുതിയ കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഖത്തറിലെ മ്യൂസിയങ്ങൾ അടച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഖത്തറിലെ എല്ലാ മ്യൂസിയങ്ങളും അടച്ചിട്ടിരിക്കുമെന്ന് ഖത്തർ മ്യൂസിയം അറിയിച്ചു. കോവിഡ് വ്യാപനം തടയാൻ ഏപ്രിൽ 7-ന് ഖത്തർ സർക്കാർ പ്രഖ്യാപിച്ച നടപടികൾക്കനുസൃതമായി ഖത്തറിലെ എല്ലാ മ്യൂസിയങ്ങൾ, എക്സിബിഷനുകൾ, ഫുഡ് ആൻഡ് ബിവറേജ് ഔട്ട്ലെറ്റുകൾ, കളിസ്ഥലങ്ങൾ എന്നിവ കൂടുതൽ അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടിരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഖത്തർ നാഷണൽ മ്യൂസിയത്തിലെ കളിസ്ഥലവും തുറക്കുന്നതല്ല. ഏറ്റവും പുതിയ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വ്യക്തിഗത കായിക പ്രവർത്തനങ്ങൾക്കായി മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട് പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കും. പൊതുജനങ്ങളോട് സുരക്ഷിതമായി തുടരാനും അവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാനും അഭ്യർത്ഥിച്ചു. ഇതോടൊപ്പം തന്നെ അലങ്കാരങ്ങളും വസ്ത്രങ്ങളും വാങ്ങുന്നത് മുതൽ ഇഫ്താർ, സുഹൂർ ഭക്ഷണത്തിനായി പുതിയ പലചരക്ക് സാധനങ്ങൾ വാങ്ങാനായി UAE നിവാസികൾ റമദാൻ മാസങ്ങളിൽ മോളുകളിലേക്കും സൂപ്പർ മാർക്കറ്റുകളിലേക്കും പോകാറുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിൽ 2ാം തവണ റമദാൻ ആഘോഷിക്കുന്നതിനാൽ ഷോപ്പിംഗ് നടത്തുമ്പോൾ സുരക്ഷിതമായി തുടരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഏപ്രിൽ 8-ന് അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റമദാൻ മാസത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളും ശുപാർശകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം റംദാൻ ആരംഭിക്കുന്നതുവരെ കർഫ്യൂ നിയന്ത്രണങ്ങൾ നീക്കിയിരിക്കുകയാണ് ഒമാൻ. ഇന്ന്, അതായത് ഏപ്രിൽ 9 മുതലാണ് നിയന്ത്രണങ്ങൾ നീക്കിയിരിക്കുന്നത്. മാർച്ച് 28 മുതൽ ഏപ്രിൽ 8 വരെ രാത്രി 8 മുതൽ പുലർച്ചെ 5 വരെ ഒമാനിൽ ഭാഗിക ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരുന്നു. എല്ലാ വാണിജ്യ പ്രവർത്തനങ്ങൾക്കും വ്യക്തിഗത വാഹനങ്ങൾക്കുമാണ് ലോക്ക്ഡൌൺ ബാധകമായിരിക്കുന്നത്. COVID-19 കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പല നിയന്ത്രണങ്ങളോടൊപ്പം ലോക്ക്ഡൌണും ഏർപ്പെടുത്തി. രാജ്യത്തേക്കുള്ള സന്ദർശക നിയന്ത്രണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. താമസക്കാർക്കും ഒമാൻ പൗരന്മാർക്കും മാത്രമേ ഒമാനിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഒമാനിൽ 7 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ തുടരുകയാണ്. ഒമാനി പൗരന്മാരെ മാത്രമേ ഇതിൽ നിന്നും ഒഴിവാക്കുകയുള്ളൂ. ഒമാനികൾ വീട്ടുജോലിക്ക് വിധേയമാക്കുകയും ആവശ്യമായ എല്ലാ നടപടികളും പാലിക്കുകയും വേണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.